സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീംകോടതി പരിഗണിക്കാനിരിക്കെ ഈ നടനായി പോലീസ് ഇപ്പോൾ വ്യാപകമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗുഡ് മോർണിംഗ് തിയോഫിൻ. ഗുഡ് മോർണിംഗ്. ഈ വിഷയത്തിൽ ഊർജിതമായ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് നമുക്കറിയാം. ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ച സാഹചര്യമുണ്ട്. ഇതിനിടയിൽ മകനെയും ഒപ്പം തന്നെ സുഹൃത്തിനെയും ചോദ്യം ചെയ്ത് വിട്ടയച്ചിട്ടുണ്ട്. പോലീസിന് ഏത് വിധേനയും ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുന്ന സിദ്ദിഖിലേക്ക് എത്തിയേ മതിയാവുകയുള്ളൂ. ആ നിലയ്ക്കുള്ള അന്വേഷണം വളരെ സമഗ്രമായി തന്നെ പുരോഗമിക്കുന്ന പശ്ചാത്തലമുണ്ട്. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഏത് നിലയ്ക്കുള്ള പുരോഗതിയാണ് ഇപ്പോൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുക? കാവ്യ, പഴുതടച്ചുള്ള അന്വേഷണം തന്നെയാണ് അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് ഒരു വിട്ടുവീഴ്ചയും ഇക്കാര്യത്തിൽ ചെയ്യുന്നില്ല എന്ന് വ്യക്തമാണ്. അതിൻ്റെ തന്നെ ഭാഗമാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കാവ്യ തന്നെ പറഞ്ഞതാണ് ലുക്കൌട്ട് നോട്ടീസിനെ കുറിച്ച്. അത്തരത്തിലൊരു ലുക്കൌട്ട് നോട്ടീസ് വരെ പ്രസിദ്ധീകരിക്കുന്നതിലേക്ക് എത്തി. ആദ്യം തന്നെ ഒരു ലുക്കൌട്ട് സർക്കുലർ വിമാനത്താവളങ്ങളിലേക്ക് നൽകിയിരുന്നു രാജ്യം വിട്ട് പോകാതിരിക്കുന്നതിന്. ഇതിൻ്റെ തുടർച്ചയായാണ് പിന്നീട് ലുക്കൌട്ട് നോട്ടീസ് വന്നത്. അത് മുൻകൂർ ജാമ്യം ഹൈക്കോടതി തള്ളിയതിനു ശേഷമാണ്. ഇതിനുശേഷമാണ് സിദ്ദിഖ് സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. ആ ഹർജി ഇന്ന് പരിഗണിക്കാനിരിക്കുന്നു. ഇതിനിടയിൽ നിർണായകമായ ഒരു ദിവസം എന്ന് വേണമെങ്കിൽ നമുക്കിത് പറയാം. വളരെ പഴുതടച്ചുള്ള അന്വേഷണം, ശക്തമായ അന്വേഷണത്തിലൂടെ അന്വേഷണ സംഘം ഇത് മുന്നോട്ട് പോകുന്നു. അതിൻ്റെ ഒരു ഏറ്റവും വലിയ തെളിവാണ് ഇന്നലെ സിദ്ദിഖിൻ്റെ മകൻ്റെ 2 സുഹൃത്തുക്കളെ പോലീസ് വിളിച്ചു വരുത്തി മൊഴിയെടുത്തു എന്നത്. അതിൽ വലിയ ആരോപണം സിദ്ദിഖിൻ്റെ മകൻ ഉന്നയിച്ചിരുന്നു. തൻ്റെ 2 സുഹൃത്തുക്കളെ ഒരാവശ്യവുമില്ലാതെ കസ്റ്റഡിയിലെടുത്തു എന്നെല്ലാം ആരോപണം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അന്വേഷണ സംഘം പറയുന്നത് തങ്ങൾ കൃത്യമായ വഴിയിലൂടെ തന്നെയാണ് പോകുന്നത് എന്നാണ്. അതിനവർ പറയുന്ന മറ്റൊരു കാരണം കൂടിയുണ്ട്. അതായത് ഈ ഹൈക്കോടതിയിൽ നിന്നുള്ള മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്ന സമയത്ത് സിദ്ദിഖ് ഫോണുകൾ ഓഫ് ചെയ്തുകൊണ്ടാണ് മുങ്ങിയത്. വാഹനവും ഉപേക്ഷിച്ച് സിദ്ദിഖ് മുങ്ങുകയായിരുന്നു. അപ്പോൾ സിദ്ദിഖിന് മറ്റുള്ളവരുമായി ബന്ധപ്പെടണമെങ്കിൽ എന്തായാലും ഒരു ഫോണിൻ്റെ ആവശ്യമുണ്ട്. അതിനുവേണ്ടിയുള്ള സിം കാർഡുകൾ, അതായത് സിമ്മുകൾ മാറി മാറി സിദ്ദിഖ് ഉപയോഗിക്കുന്നു എന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. ഇതിൻ്റെ ഭാഗമായാണ് മകൻ്റെ സുഹൃത്തുക്കളിലേക്ക് അന്വേഷണം എത്തുന്നത് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. കാരണം സിദ്ദിഖിന് ഇവർ ഡോങ്കിളും സിം കാർഡും എല്ലാം സംഘടിപ്പിച്ച് നൽകിയിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. അതിനായുള്ള ചില സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നും പറയുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാവിലെ പോലീസ് ഇവരുടെ വീടുകളിൽ അന്വേഷിച്ചിരുന്നത്. ഷഹീൻ സിദ്ദിഖിൻ്റെ സുഹൃത്തുക്കളായ നദീർ ബക്കർ, പോൾ എന്നിവരെ, ഈ 2 പേരെയാണ് ഇവരുടെ കൊച്ചിയിലുള്ള വീട്ടിലെത്തി ഇവരോട് ആദ്യം വിവരങ്ങൾ അന്വേഷിക്കുന്നു. അതിനുശേഷം ഇവരോട് ഹാജരാകാൻ പറയുന്നു. അങ്ങനെ അന്വേഷണ സംഘത്തിൻ്റെ ഓഫീസിലേക്ക് ഇവരെ വിളിച്ചു വരുത്തി ഇവരോട് വിശദമായ വിവരങ്ങളെല്ലാം തേടിയ ശേഷം ഇവരെ ആവശ്യപ്പെട്ടാൽ എപ്പോൾ വേണമെങ്കിലും ഹാജരാകണമെന്നുള്ള ഒരു വ്യവസ്ഥയിന്മേൽ ഇവരെ വിട്ടയക്കുകയും ചെയ്തു. ഇതാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇതിനുമേൽ ഇവരെ പോലീസ് വിളിച്ചു വരുത്തിയപ്പോൾ പോലീസ് തൻ്റെ സുഹൃത്തുക്കളെ അന്യായമായി കസ്റ്റഡിയിലെടുത്തു, ഇവരെ കാണാനില്ല എന്നെല്ലാം ഒരു ആരോപണങ്ങളുണ്ടായിരുന്നു. ഇതെല്ലാം ഒരുപക്ഷെ തങ്ങളുടെ ഭാഗം ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി സിദ്ദിഖിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതാകാം, അല്ലെങ്കിൽ അഭിഭാഷകർ ആവശ്യപ്പെട്ടത് മൂലമാകാം ഒരുപക്ഷെ അത്തരത്തിലൊരു വാദം സിദ്ദിഖിൻ്റെ മകൻ ഉന്നയിച്ചതെന്നും കരുതാവുന്നതാണ്. എന്തായാലും ഒട്ടും വിട്ടുവീഴ്ചയില്ലാതെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. പഴുതടച്ചുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായി തന്നെ ഇന്നലെ സിദ്ദിഖിൻ്റെ വീട്ടിലെത്തി, കൊച്ചിയിലെ വീട്ടിൽ എത്തി പരിശോധന നടത്തിയിരുന്നു. സിദ്ദിഖിൻ്റെ മകനെ ഡൽഹിയിലേക്ക് പോകുന്നതിന് മുൻപായി സിദ്ദിഖിൻ്റെ മകൻ ഷഹീനോട് വിവരങ്ങൾ ആരാഞ്ഞിരുന്നു, ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. കാരണം പോലീസിൻ്റെ ഒരു സംശയം കൊച്ചിയിൽ തന്നെയാണോ ചില സിനിമാ രംഗത്തെ തന്നെ ഉന്നതരുടെ സഹായത്തോടു കൂടി സിദ്ദിഖ് ഒഴിവിൽ കഴിയുന്നത് എന്നും സംശയിക്കുന്നുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് കൊച്ചിയിൽ വ്യാപകമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നിർണായകമായ ഒരു ദിവസമാകുന്നു. ഇതിന് 2 സാധ്യതകളുണ്ട്. ഒന്ന്, ഒരു പക്ഷേ എന്തെങ്കിലും കാരണവശാൽ ഈ സുപ്രീം കോടതി ഈ ജാമ്യാപേക്ഷ തള്ളാം എന്നതാണ് ഒന്ന്. അങ്ങനെയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ സിദ്ദിഖിനെ കസ്റ്റഡിയിലെടുക്കേണ്ടതുണ്ട്. സിദ്ദിഖ് എവിടെയുണ്ട് എന്നതിനെക്കുറിച്ചുള്ളൊരു വളരെ വിശദമായി തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന അന്വേഷണ സംഘം അങ്ങനെയെങ്കിൽ ജാമ്യാപേക്ഷ തള്ളിയാൽ ഉടനെ കസ്റ്റഡിയിലെടുക്കണം. മറ്റൊന്ന്, സിദ്ദിഖ് ഈ ജാമ്യാപേക്ഷ തള്ളപ്പെട്ടാൽ കീഴടങ്ങാനുള്ളൊരു സാധ്യതയുണ്ട്. അതിനുള്ളൊരു സാധ്യത സിദ്ദിഖ് അന്വേഷിക്കുന്നുണ്ട്. കാരണം കൊച്ചിയിൽ കീഴടങ്ങിയാൽ ഒരു പക്ഷേ വലിയ രീതിയിൽ മാധ്യമ വാർത്തകളാകും. അങ്ങനെയെങ്കിൽ തിരുവനന്തപുരത്തെ അന്വേഷണ സംഘത്തിന് മുന്നിൽ കീഴടങ്ങാനാണ് നോക്കുന്നത്. കാരണം തിരുവനന്തപുരത്ത് നിന്ന് വേണം ഈ മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് തിരുവനന്തപുരം സിറ്റി ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണ സംഘത്തിൻ്റെ SITയുടെ തിരുവനന്തപുരം വിങ്ങിലേക്ക്, തിരുവനന്തപുരം വിഭാഗത്തെ അല്ലെങ്കിൽ ഓഫീസിലോ മറ്റോ അല്ലെങ്കിൽ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലോ കീഴടങ്ങാനുള്ളൊരു ആലോചന നടക്കുന്നുണ്ട്. കാരണം കൊച്ചിയിലാണെങ്കിൽ കൊച്ചിയിൽ കീഴടങ്ങുമ്പോൾ ഇവിടെ കീഴടങ്ങുന്നത് വാർത്തയാകും. അതിനുശേഷം ഇവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് എന്തായാലും കൊണ്ടുപോകണം. കേസ് തിരുവനന്തപുരത്തായതുകൊണ്ട് തന്നെ ആ ഒരു മാധ്യമ ശ്രദ്ധ വരുന്ന രീതിയിലുള്ള വാർത്തകൾ ഒഴിവാക്കുന്നതിന് ഒരുപക്ഷെ തിരുവനന്തപുരത്ത് കീഴടങ്ങാനുള്ള ശ്രമം നടത്തിയേക്കും. അതല്ലാത്ത പക്ഷം
സുപ്രീം കോടതി മറ്റൊന്ന് ചെയ്യാൻ സാധ്യതയുള്ളതായി സിദ്ദിഖും ആലോചിക്കുന്നത്, അല്ലെങ്കിൽ സിദ്ദിഖ് പ്രതീക്ഷിക്കുന്നത്, എന്തെങ്കിലും കാരണവശാൽ നീട്ടിവെച്ച് കിട്ടിയാൽ അതുവരെ അറസ്റ്റ് തടയപ്പെട്ടാലും മതി. അങ്ങനെയെങ്കിൽ കാരണം സിദ്ദിഖിൻ്റെ വാദങ്ങളെല്ലാം അവിടെ ആ വാദം ഒരുപക്ഷേ സുപ്രീം കോടതി അംഗീകരിച്ചാൽ പെട്ടെന്ന് ഈ ജാമ്യ ഹർജി തള്ളാതെ അല്ലെങ്കിൽ അറസ്റ്റ് ഒഴിവാക്കിക്കൊണ്ട് അടുത്ത മറ്റൊരു ദിവസത്തേക്ക് പരിഗണിക്കാൻ മാറ്റുകയാണെങ്കിൽ അതുവരെ അറസ്റ്റ് വേണ്ട എന്ന് സുപ്രീം കോടതി ആവശ്യപ്പെട്ടാൽ അതുതന്നെ വളരെ ഇവരെ സംബന്ധിച്ച് ഗുണമാണ്. അതുകൂടി സിദ്ദിഖ് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും സിദ്ദിഖിൻ്റെ അഭിഭാഷകൻ ഇത്തരത്തിൽ ഏത് രീതിയിലാണ് സുപ്രീം കോടതി ഒരു നിലപാടുണ്ടാവുക അതിനനുസരിച്ചുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള എല്ലാ പ്ലാനുകളും തയ്യാറാക്കിയിട്ടുണ്ട്. കീഴടങ്ങണമെങ്കിൽ ഒരുപക്ഷെ ജാമ്യാപേക്ഷ തള്ളപ്പെട്ടാൽ വേണമെങ്കിൽ കീഴടങ്ങാം. അതല്ലെങ്കിൽ ഈ ജാമ്യാപേക്ഷ നീട്ടിവെക്കുകയാണെങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് പരിഗണിക്കണം. കാരണം തടസ്സ ഹർജികളുള്ള സാഹചര്യത്തിൽ അതിജീവിതയെ കേൾക്കേണ്ടതുണ്ട്. ഈ തടസ്സ ഹർജികൾ കൂടി പരിഗണിച്ചുകൊണ്ട് മറ്റൊരു ദിവസം വിധി പറയാനായി മാറ്റിയാൽ അതുവരെ ഒരുപക്ഷെ അറസ്റ്റ് ഒഴിവാക്കി കിട്ടാനായി സുപ്രീം കോടതി ഒരു നിർദ്ദേശം നൽകുകയാണെങ്കിൽ അതും തങ്ങൾക്ക് ഗുണകരമാകുമെന്ന കണക്കുകൂട്ടലാണ്. അതിനുവേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. ഒരുപക്ഷെ ജാമ്യ ഹർജി തള്ളിയാൽ കീഴടങ്ങാനുള്ള ഒരു നീക്കവും നടത്തുന്നുണ്ട്. എന്തായാലും അതിനു മുൻപ് തന്നെ വളരെ പെട്ടെന്ന് ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയാൽ അല്ലെങ്കിൽ തന്നെ വളരെ പെട്ടെന്ന് സിദ്ദിഖിനെ കണ്ടെത്തുക എന്നുള്ളൊരു ഒരു ലക്ഷ്യത്തിലാണ് അന്വേഷണ സംഘം. അതിനായി പഴുതടച്ചുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഏതെല്ലാം രീതിയിൽ സിദ്ദിഖിന് എവിടെ നിന്നെല്ലാം സഹായങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നാണ് പ്രധാനമായും അന്വേഷണ സംഘം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ശരി തിയോഫിനാണ് കൊച്ചിയിൽ നിന്നും ഇതിൻ്റെ സാധ്യതകൾ, പ്രത്യേകിച്ച് എങ്ങനെയായിരിക്കും സുപ്രീം കോടതി നിലപാടെടുക്കുക, അതിനനുസരിച്ച് സിദ്ദിഖിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ സാധ്യതയുള്ള നീക്കങ്ങൾ അടക്കമുള്ള സാഹചര്യത്തിൽ സമഗ്രമായ വിശകലനം ഇപ്പോൾ നൽകിയത്.